നമസ്കാരം, ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്, നിങ്ങളുടെ സ്വന്തം ശിവ. സ്നേഹം നിറഞ്ഞ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് ഈവനിംഗ് മലയാളീസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. പരിപാടിയിലേക്ക് വിളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 9633803311. ഗുഡ് ഈവനിംഗ് മലയാളീസിലെ ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ മോനെ ശിവ, നിന്റെ അമ്മയാടാ വിളിക്കുന്നേ. എടാ ശിവ, നിനക്കെന്നെ മനസ്സിലായില്ലേ? എടാ പത്മാവതി അമ്മ വീട്ടിൽ നിന്നാടാ. വീട് എന്ന സ്ഥലത്ത് നിന്നും പത്മ എന്ന പെൺകുട്ടിയാണ് വിളിക്കുന്നത്. ഹലോ പത്മ, പത്മ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ഉണ്ടടാ, ചത്തുപോയ നിന്റെ തന്തം വാസമുള്ള നിന്റെ ചേച്ചി സവോളയുടെ വില കെട്ടിട്ടേ പച്ചക്കറി കടയിൽ തലയുറ്റി വീണത് നീ അറിഞ്ഞോ? അയ്യോ അയ്യോ, എടാ വേഗം നീ ആ പരിപാടി നിർത്തിട്ടെ SK ആശുപത്രിയിലോട്ട് ചെല്ലടാ മോനെ. നിന്റെ നന്ദന ചേച്ചി അവിടെ അഡ്മിറ്റാ. ഏതോ ഒരു നന്ദിനി ചേച്ചി സവാളയുടെ വില കേട്ട് ബോധം പോയി വീണു എന്നാണ് പറയുന്നത്. ഏതായാലും നമുക്കൊരു നല്ല ലവ് സോങ് പ്ലേ ചെയ്യാം. SK ഹോസ്പിറ്റലിൽ ബോധം പോയി അഡ്മിറ്റ് ആയിരിക്കുന്ന നന്ദിനി ചേച്ചിക്ക് വേണ്ടി. ഓക്കെ, വാച്ച് ഇറ്റ്. ഈശ്വര ഭഗവാനെ കാത്തുരക്ഷിക്കണേ. മക്കളെ ചിന്നു വാവേ, എണീറ്റിരുന്ന് ഹോംവർക്ക്. അയ്യോ എന്താ ഈശ്വര, ഇതേതാ സ്ഥലം? ഹോസ്പിറ്റലാ? ആശുപത്രിയോ? ഞാനങ്ങനെ ഇവിടെ വന്നു. അത് പിന്നെ എടാ ശിവ, എന്റെ ബാഗ് എന്തിടാ ശിവ? അയ്യോ ചേച്ചി പേടിക്കണ്ട, നല്ല ഒന്നാം തരം ആശുപത്രിയാ, നല്ല സെറ്റപ്പാണ്, ഒന്നാം തരം ഓക്സിജനാ ഇതിനകത്ത്. പിന്നെ അസുഖം കൂടിയെന്ന് തോന്നിയാ അവര് തന്നെ എടുത്ത് ഫ്രീസറിനകത്ത് വെച്ചോളും. കട്ടന് വെളിയിൽ നിന്നാ പിന്നെ നമുക്കൊക്കെ ചേച്ചിയെ കാണാൻ പറ്റൂ. എടാ ഞാൻ എങ്ങനെ ഇവിടെ വന്നേ? ചേച്ചി വന്നേ, ഞാൻ പറഞ്ഞുതരാം. എന്തുവാടാ? റോഡിൽ തലയിറങ്ങി വീണ ചേച്ചിയെ ഈ നല്ല മനുഷ്യൻ അവിടെ എത്തിച്ചത്. പേര് ബാലൻ എന്നാണെങ്കിലും വലിയൊരു മനസ്സാണ്. എനിക്കിപ്പോ എന്റെ വീട്ടിൽ പോണം. അയ്യോ ചേച്ചി, അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ഇറങ്ങി പോകാൻ പറ്റിയ ആശുപത്രി അല്ലത്. നമ്മളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലുകാർ നമുക്കൊരു വില നിശ്ചയിക്കും. അതിനാണ് അഡ്മിഷൻ ഫോമിൽ ജോലി എന്താണെന്ന് എഴുതി ചോദിക്കുന്നത്. ഈ മുനിസിപ്പാലിറ്റി സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ നന്ദിനിക്ക് ഒരു വില ഈ ഹോസ്പിറ്റലുകാർ നിശ്ചയിച്ചിട്ടുണ്ട്. അത് കിട്ടാതെ ഈ പടിക്ക് പുറത്ത് അവർ വിടില്ല. അങ്ങനെയാണോ? എന്നാ ഒന്ന് കാണാമല്ലോ മനുഷ്യനെ മെനക്കെടുത്തുന്ന ഒരു ഏർപ്പാട്. എന്റെ പൊന്നു ചേച്ചി, ഈ സർക്കാർ ആശുപത്രിയും പ്രൈവറ്റ് ആശുപത്രിയും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവര് ബില്ല് തരുമ്പോ നമ്മൾ പൈസ കവറിലിടാതെ മേശയ്ക്ക് മുകളിലൂടെ കൊടുക്കണം. സർക്കാർ ആശുപത്രിയിൽ പൈസ കവറിലിട്ട് മേശയ്ക്കടിയിലൂടെ കൊടുക്കണം, പക്ഷെ ബില്ല് തരില്ല. വന്നേ, ഇതൊക്കെ പഠിച്ചിരിക്കണം. എന്ത് പണിയാ ചേച്ചി കാണിച്ചത്? ഒറ്റയ്ക്ക് മാർക്കറ്റിൽ പോരും 100 വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ. ഇതിപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയോ? ഒരു കുഴപ്പമില്ലാന്നേ. അതെ, വീട്ടിൽ മോള് തനിച്ചാ, ഓട്ടോക്കൂലി തന്നില്ലേലും വേണ്ടില്ല, ഞാൻ അങ്ങ് പോയിക്കോട്ടെ. അതെ, ഒന്ന് നിന്ന്. നന്ദിനി ആരാ? അതെ, ഇതാണ് എന്താ പ്രശ്നം? ഇതുവരെ വാങ്ങിയ മെഡിസിന്റെ ബില്ല് പേ ചെയ്യണം. അയ്യോ ചേച്ചിയുടെ കയ്യിൽ ബില്ല് കൊടുക്കരുത്. ചേച്ചി ചേച്ചി ഈ പേജിലല്ല, അടുത്ത പേജിലാന്ന് തോന്നുന്നു. അല്ലടി വാവേ, ദേ ഈ പേജിലാ TV പ്രോഗ്രാം. ആണോ? എപ്പോഴാ? എടി ചേച്ചി, ദേ ഇന്ന് CID മ്യൂസിയം TVയില്. മക്കളെ, TVയിലല്ലേ സിനിമ വരുന്നേ? അമ്മയ്ക്കൊരു പ്രധാനപ്പെട്ട വാർത്ത വായിക്കണ്ടേ? ശല്യപ്പെടുത്തരുത്. യോ ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. പവന് 10 രൂപ കുറഞ്ഞു. ദിവസവും ഇങ്ങനെ 10 രൂപ വെച്ചെങ്കിലും കുറഞ്ഞാല് നിങ്ങളെ കെട്ടിച്ചു വിടാറാവുമ്പോഴേക്കും ഒരു 3000 രൂപ സ്വർണം എത്തും. അയ്യോ, ആര് കെട്ടിയിടുന്ന കാര്യ അമ്മ പറഞ്ഞേ? കെട്ടിയിടുന്നതല്ല, നമ്മുടെ കല്യാണക്കാരിയാ. ഇപ്പഴേ കല്യാണത്തിനൊന്നും എനിക്ക് വയ്യ. അയ്യോ എന്റെ പൊന്നുമക്കളങ്ങനെ പറയല്ലേ. വൈകിട്ട് സ്കൂളിൽ പോയിട്ട് വന്നാ അപ്പ കല്യാണമാ. മൊട്ടേന്ന് വരുന്നില്ല, അതിന് മുമ്പ് തുടങ്ങി വലിയ വലിയ ചർച്ചകള്. പോയി റെഡി അവനടി രണ്ടുപേരും. രാവിലെ എഴുന്നേറ്റ് 2 എണ്ണം കൂടെ പഴംപുരാണോ പറഞ്ഞോണ്ടിരുന്നോണം. അടുപ്പിലിരുന്ന പാല് മുഴുവൻ തിളച്ചു തൂവി. വേണ്ട 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 വേണ്ട, ഇനിയിപ്പോ ഓടി പിടിച്ചെനിക്ക് മറിഞ്ഞു വീഴൊന്നും വേണ്ട. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തു, പാല് മുഴുവൻ പോവുകയും ചെയ്തു. അതിനു വേണ്ടി സമയമൊന്നും ആയില്ലല്ലോ. തിളച്ചു തൂവിയായിരുന്നോ മോളെ? പോയില്ലെന്നൊന്നും പറയരുത്. ഒരു 50 മില്ലി പാലെങ്കിലും പോയിട്ടുണ്ട്. അതിന്റെ വില എന്തോന്നറിയാവോ? 1 രൂപ 20 പൈസ. ഒരു മാസം ഇങ്ങനെ പോയാ രൂപ 36,000 പേഴ്സിൽ നിന്ന് പോന്നെ. അടങ്ങന്റെ നന്ദിനി, ദേമച്ചി ഇന്നൊരു അബദ്ധം പറ്റിപ്പോയതല്ലേ. ഇപ്പൊ പാല് കളയും, കുറച്ച് കഴിയുമ്പോ അത് എണ്ണയാവും. പിന്നെ അടുപ്പിനകത്ത് എണ്ണയല്ലേ ഒഴിക്കുന്നത്? തലയ്ക്ക് വട്ടല്ലേ ഇവിടെ എല്ലാവർക്കും? എന്തത്? അങ്ങനെ ഓരോന്നോരോന്നും കൈ കൊണ്ടുവിടുന്ന ഏതെങ്കിലും ഒരെണ്ണം പാഴാകാതിരിക്കുന്നുണ്ടോ നിങ്ങള്? അമ്മയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ, ഈ പിള്ളേരെ ഒഴിഞ്ഞു തരാന്നും പറഞ്ഞ് ദിവസം ഓരോ പിടി കടുക അടുത്ത് അടുപ്പിലോട്ട് എറിയുന്നേ.
ഇന്നലെ അങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടു. എടി മോളെ കണ്ണേറ് കിട്ടാതിരിക്കാനുള്ള ആചാരവാ അത്. എവിടുത്തെ ആചാരവാ? ഇന്ത്യൻ ഭരണഘടനയെ പറഞ്ഞിട്ടുണ്ടോ കുറെ കടുക് എടുത്ത് അടുപ്പിലോട്ടിടാൻ? അതൊരു 10 കടുകല്ലേ ഉള്ളു മോളെ. മതിയല്ലോ അമ്മച്ചി, 10 കടുക് മതിയല്ലോ. 10 കടുക് വെച്ച് ഒരു മാസം ആവുമ്പോ എത്രയാ? 300 കടുക്. അത് ഏകദേശം ഒരു 100 ഗ്രാമോളം വരും. നഷ്ടം ഒരു മാസം 24 രൂപ 50 പൈസ. നിങ്ങൾ തരുമോ അത്? എന്റെ മോളെ ഇങ്ങനെയൊക്കെ നോക്കി ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെ നോക്കിയത് കൊണ്ട് മാത്രമാണ് മോൻ കുറെ കട ഉണ്ടാക്കി വെച്ചിട്ട് കയ്യും വീശി അങ്ങ് പോയിട്ടേ എല്ലാരും സുഖമായിട്ട് ജീവിക്കുന്നേ. അല്ലേലേ വലിയ സിനിമ നടക്കാൻ നടക്കുന്നുണ്ടല്ലോ അമ്മയുടെ മോൻ. അവനോട് പറ പുന്നാര അമ്മമാർക്ക് ചിലവാക്കാൻ കുറെ കടവും മുളവും വാങ്ങിച്ചു തരാൻ. അവനോട് സിനിമ നടനാവട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു തരാൻ നിന്റെ ഈ ചാട്ടമൊക്കെ. എന്തെന്ന്? അയ്യോ ഞാൻ ഒന്നും പറഞ്ഞില്ലേ. കോറസ് ഇരട്ടകള്. എന്നെ കണ്ട ഒരു സിനിമ നടന്റെ ലുക്കില്ലേ? ഞാൻ സിനിമ കയറാൻ നോക്കുക. ഞാൻ കരുതി വല്ലവന്റെ കൂര പൊക്കാൻ നോക്കുകയാണെന്ന്. എടാ സിനിമയെ കയറാൻ നോക്കുന്ന നേരം കൊണ്ട് നല്ലൊരു ക്ലാപ്പ് സംഘടിപ്പിച്ച് 10 തെങ്ങി കയറി പഠിക്കാൻ നോക്ക്. എടാ ഇപ്പൊ തേങ്ങ വെട്ടാനൊന്നും പഴയ പോലെ ആളില്ല, നല്ല പൈസയും കിട്ടും. സുഗുണ, രാവിലെ തന്നെ നീ എന്റെ വായിരിക്കുന്ന കേൾക്കരുത്. ഒന്നുമില്ലെങ്കിലും ഭാവിയിലെ സൂപ്പർ സ്റ്റാറിനോട് സംസാരിക്കുന്നതെന്ന് മാന്യതെങ്കിലും വേണ്ട നിനക്ക്. സൂപ്പർ സ്റ്റാറിങ് വന്നേ. മുട്ടയും പാലും റെഡി ആയിട്ടുണ്ട്. ചേച്ചി വിളിക്കുന്നു. ചെന്ന് കേട്ട്. ഓ സൂപ്പർ സ്റ്റാറിന്റെ ഒരു 6 പാക്ക് വന്നടാ. പാലിൽ മുട്ട മിക്സ് ചെയ്ത് വെച്ചോ. നീ നന്നാവാൻ വേണ്ടി പറയാണെന്ന് കരുതി അനുസരിക്കാതിരിക്കരുത്. എന്തെങ്കിലും പണിക്ക് പൊക്കിവിടാ നിനക്ക്. ഒരു നല്ല നാടകനായിരുന്നു നമ്മുടെ അച്ഛൻ. എന്നിട്ട് വല്ലതും ഉണ്ടാക്കിയോ? മരിക്കാൻ നേരത്തെ അച്ഛൻ ഒറ്റ ആഗ്രഹം പറഞ്ഞുള്ളൂ, ഒരു കാരണവശാലും നിന്നെ ഈ കലയിലേക്ക് വിടല്ലേന്ന്. എന്നോട് അച്ഛൻ പറയുമായിരുന്നു ഞാൻ വലിയൊരു നടനാവുന്നു. അത് പിന്നെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ചേച്ചി മുറിക്ക് പുറത്തേക്ക് പോയില്ലേ, അപ്പൊ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് അച്ഛൻ പറഞ്ഞത്, മോനെ നീ അറിയണ മലയാള സിനിമയുടെ നാളത്തെ സൂപ്പർ സ്റ്റാർ. അത് സാധിച്ചു കൊടുത്തിട്ടേ ഞാൻ അടങ്ങും. മാറി നിൽക്കും. വെറുതെ അച്ഛന്റെ കാര്യം പറഞ്ഞ് രാവിലെ എന്നെ കരയിപ്പിച്ചു. മലയാള സിനിമയ്ക്ക് അങ്ങനെ തന്നെ വേണം. എടാ സുഗുണ, ഇവനെ ഒന്ന് നന്നാക്കി എടുക്കാൻ ഒരു വഴി പറഞ്ഞതാടാ. ഇവനെയോ? ഞാനോ? ഞാൻ മാന്യമായിട്ട് നടക്കുന്ന കണ്ടിട്ട് ചേച്ചിക്ക് പിടിക്കുന്നില്ലല്ലേ? എന്റെ ചേച്ചി, ഈ സിനിമ പ്രാന്ത് എന്ന് പറയുന്ന ആക്ച്വലി ഒരു രോഗമാണ്. അതിന് ട്രീറ്റ്മെന്റ് ഇല്ല, മരണം കൊണ്ടേ മാറും. നിന്നോട് പറയാമെന്ന് എന്നെ പറഞ്ഞാ മതിയല്ലോ. ചേച്ചിന്റെ എത്ര രാവിലെ? പാറക്കാവ് റോഡിന്റെ ടാറിങ് ഇന്ന് തുടങ്ങും. അതിന്റെ ടാറിങ്ങും കഴിഞ്ഞ് ബില്ല് മാറിയതല്ലേ? മറന്നുപോയടാ, പാറേക്കാവല്ല പുന്നമുക്ക് റോഡ്. ടെൻഡർ പോലും വിളിക്കാത്ത റോഡിന് ടാറിങ്. സത്യം പറയാച്ചി, ഇന്ന് എവിടെയാ പെണ്ണ് കാണല്? വിളിക്കാടാ ഇവന്റെ ഒരു കാര്യം. സത്യമാ ചേച്ചി പറഞ്ഞത്. സമാധാനം നിറഞ്ഞ കുടുംബ ജീവിതത്തെക്കാൾ വലുതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല. എന്റെ ജീവിതം തന്നെ എടുത്തു നോക്കൂ. മാതൃകാ ദമ്പതികൾക്കുള്ള കഴിഞ്ഞ വർഷത്തെ അവാർഡ് ജസ്റ്റ് മിസ്സായി പോയി. ഇപ്പൊ എന്തായാലും എനിക്ക് കിട്ടി. ഇനി അവാർഡിന്റെ പെരുമഴയായിരിക്കും അവളുടെ കയ്യിൽ നിന്ന്. അയ്യോ, ഇവളെന്താ ഇങ്ങനെ? മൈക്കിൾ ജാക്സന്റെ പ്രേതം കൂടിയാ. എടി പൂതനെ, നീ എന്നെ എറിഞ്ഞല്ലേ? നിന്നെ ഞാൻ കൊല്ലോടി. കൂടെ വന്നില്ലേ? എടി എന്നെ കൊല്ലാൻ നോക്കിട്ട് നീ ഒളിച്ചിരിക്കുകയാണല്ലേ? പേടിയാവും. എടി പേടിയില്ലെങ്കിൽ ഇറങ്ങി വാടി, നാണം കെട്ടവളെ. എടി നിന്റെ രക്തം കൊണ്ട് ഇന്ന് വാ കഴിവിറ്റാ ഞാൻ ഇന്ന് ഓഫീസിൽ പോകും. എന്തടി പേടിയാ? ധൈര്യം ഉണ്ട്, ഇറങ്ങി വാടി. വരില്ല. അയ്യോ, ചിരവേണ്ടി എറിഞ്ഞ് കീഴടങ്ങി. കൈ പൊക്കാ പിന്നെ വെടിവെക്കരുത്. ഞാനാണ് പറയണത്. അടുത്ത് നാട്ടുകാരുണ്ട്. വെറുതെ സംസാരിച്ച് അടി വാങ്ങിച്ചു തരാതെ നീ കയറി പോകത്ത്. സമാധാനമായിട്ട് പറ, എന്താ പ്രശ്നം? ആരോടാ ഇന്നലെ രാത്രി 1 മണിക്ക് ശേഷം നിങ്ങൾ സംസാരിച്ചത്? 1 മണിക്കാ? എപ്പോ? 2 മണിക്കൂർ നിങ്ങൾ ആരോടാ 1 മണിക്ക് ശേഷം സംസാരിച്ചതെന്ന്? 2 മണിക്കൂർ സംസാരിച്ചതാ? അത് റോങ് നമ്പർ. റോങ് നമ്പറിനോടാണോ മനുഷ്യ 2 മണിക്കൂർ നീട്ടി വലിച്ചിരുന്ന് സംസാരിക്കുന്നത്? എടി അത് പിന്നെ ഇങ്ങനെ ഒരാൾ വിളിക്കുമ്പോ ഉടനെ തന്നെ റോങ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കില്ല. അതുകൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. അവസാനം എനിക്ക് മനസ്സിലായി റോങ് നമ്പർ ആണെന്ന്. അയ്യോ പാവം, ഞാൻ ചേട്ടനെ വെറുതെ തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധരിച്ചിട്ടാണെങ്കിൽ നീ എന്തിനാടി എന്നെ തല്ലിയത്? മാപ്പ് പറയടി. എടി മാപ്പ് പറയാൻ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. നന്നായി വരട്ടെ. ആ സൂസിയുടെ നമ്പർ എനിക്ക് അറിയില്ലെന്ന് വിചാരിച്ചല്ലേ നിങ്ങള്? അറിയായിരുന്നല്ലേ? ചേട്ടാ വീട്ടില് ചിരവ വേണം എന്ന് പറഞ്ഞത് ഇതിനായിരുന്നല്ലേ? ഇപ്പോഴാ സംഗതി ക്ലിയർ ആയത്. ഭാഗ്യം നാട്ടുകാരും കണ്ടില്ല. ഓഫീസിൽ പോകുന്ന സമയമല്ലോ. മോള് സുലു, ബ്രേക്ക്ഫാസ്റ്റിന് എന്താടി ഇന്ന്? പെട്ടെന്നൊന്ന് എടുത്തു. നമസ്കാരം. അയ്യോ, എന്ത് പറ്റി സുഗുണ ഇത്? ഒന്നും പറയണ്ട ചേച്ചി, രാത്രിയിൽ ഒന്ന് ഫോൺ ചെയ്തതാ. ഫോൺ ചെയ്താ ഇങ്ങനെ വരുവോ? സംശയല്ലേ ചേച്ചി അവൾക്ക്? ആരടാ സൂസി എന്ന് ചോദിച്ച അവൾ എന്നെ അടിച്ചത്. അതാരായി സൂസി? ചേച്ചിക്ക് അറിയില്ലല്ലോ? അതുപോലെ തന്നെ എനിക്കും അറിയില്ല.
സത്യം. സംശയം ഉണ്ടെങ്കിൽ ചേച്ചി എന്റെ വീട്ടിൽ വന്ന് അവളോട് ചോദിച്ചു നോക്ക്. ചുമ്മാതാ ചേച്ചി, അടുക്കളയിൽ നിന്ന് എന്നെ പിന്നിലൂടെ വന്ന് തലങ്ങും വിലങ്ങും അടിച്ച് ഊപ്പാട് വരുത്തി ഇങ്ങേര്. അയ്യോ ചേച്ചി, ചിരവ എടുത്ത് എന്റെ മണ്ടയടിച്ച് കീറിയതാ. ചേച്ചി, ഏതെങ്കിലും ഒരു പെണ്ണിനെ ആണുങ്ങൾ ഒലക്കടിക്കോ? പക്ഷെ ഇയാളുണ്ടല്ലോ, ഈ വൃത്തികെട്ടവൻ ഇയാൾ അടിച്ചു. അയ്യോ എടാ എന്തോന്നാ നിങ്ങളുടെ പ്രശ്നം? സത്യം പറയടാ. ചേച്ചി, പാതിരാത്രി എഴുന്നേറ്റിരുന്ന് കണ്ണി കണ്ട വൃത്തികെട്ടവളുമാരെ വിളിക്കലാണ് ഇയാളുടെ സ്ഥിര പണി. എന്നും നേരം വെളുത്ത് എഴുന്നേക്കുമ്പോഴേ മൊബൈലിൽ നിറയെ കണ്ടവളുമാരെ ഫോൺ നമ്പർ. എന്ത് വിളിക്കുന്ന നമ്പരൊക്കെ മൊബൈലിൽ നിന്ന് മായ്ച്ചു കളയാൻ എനിക്ക് അറിഞ്ഞൂടാ ചേച്ചി. അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മായ്ച്ചു കളഞ്ഞാ പിന്നെ ഒരു നമ്പരും മൊബൈലിൽ കാണൂലല്ലോ. പിന്നെന്താ കേട്ടോ ചേച്ചി ഇങ്ങനെ പറയുന്നത്? എന്നാലും ഇങ്ങനെ വിളിലെത്തത്തില്ല. നിർത്ത്. ഇതൊന്നും അല്ല നിങ്ങളുടെ പ്രശ്നം. വിവാഹം കഴിഞ്ഞ് 5 വർഷമായിട്ടും നിങ്ങൾക്കൊരു കുട്ടിയില്ല എന്നുള്ളതാണ് സത്യം ചേച്ചി. അതാണ്. പിന്നെ ഇത്രയും നാളൊന്നും കുട്ടികൾ വേണ്ടാന്ന് വെക്കരുത്. എന്റെ ചേച്ചി, ഞാനിത് ഏത് കാലം തൊട്ട് ഇയാളുടെ അടുത്ത് പറയണമെന്നറിയാം. ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് മോനെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. കേട്ടി പഠിക്കടി നീ. ചേച്ചി പ്രസവിച്ച സൗന്ദര്യം പോകുന്നു പറഞ്ഞോണ്ട് ഈ വൃത്തികെട്ടവളെ പ്രസവിക്കാതിരിക്കടി. ഇങ്ങോട്ട് വാടി. ഇനി അവിടെ നിക്കണ്ടത്. ഇങ്ങോട്ട് മാറി നിക്ക് ചേച്ചി. അത് ശരി, ഈ ചെറുപ്രായത്തിൽ കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളല്ലേ മനുഷ്യ? ചേച്ചിയുടെ മുമ്പ് വെച്ച് നീ വെറുതെ കള്ളത്തരം വിളിച്ച് കൂന്നല്ലേടി. ചേച്ചിയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ തിരിച്ചു പിടിക്കുന്ന ഞാനിന്ന് കൊല്ലുപടി കൊല്ലും. സമാധാനം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവസാനായിരിക്കും മനുഷ്യ. മക്കളെ ചിന്നു, അമ്മയെ വിളിച്ച അതാ വരുന്നേ. നമ്മളെ കൊണ്ട് വയ്യ. ചേച്ചി പോകരുത്. ഇതൊന്ന് കോംപ്രമൈസ് ആക്കിയിട്ട് പോയാ മതി. എടാ, കൊലക്കുറ്റത്തിന് ഉത്തരം പറയാൻ എനിക്ക് വയ്യടാ. അവളുടെ കൈ പിടിച്ചു വെച്ചോണ്ട് എന്തോന്ന് കോംപ്രമൈസ് ആടാ? കൈ വിട്ട് കഴിഞ്ഞാൽ ഇവളെന്നെ വെട്ടി കീറും. പിന്നെ പോടാ, പാവത്തിനെ പറ്റി കള്ളം പറയാതെ. അയ്യോ, കണ്ട ഹനുമാൻ മല ചുമക്കുന്ന പോലെ ചുമന്ന് വച്ചേക്കുന്നത്. പറ ചേച്ചി. മോളെ, വല്ലവളെയൊക്കെ രാത്രി ഫോൺ ചെയ്യുമ്പോ ഓർക്കണമായിരുന്നടാ. അയ്യോ, ഒന്നിനെങ്കിലും ജീവനോടെ കിട്ടിയാ മതിയായിരുന്നു ഭഗവാനെ. വയ്യ. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ സാറിനെ ഒന്ന് കാണാൻ വന്ന. സാർ എന്നെ ഓർക്കുന്നുണ്ടോ എന്തോ? അന്ന് സാറ് റോട്ടില് തലകറങ്ങി വീണപ്പോ ഞാൻ ആശുപത്രി കൊണ്ടുപോയത്. അന്ന് ഭയങ്കര ക്ഷീണമായി പോയി, ഒന്നും പറയാൻ പറ്റിയില്ല. അയ്യോ, സാർ നന്ദി പറഞ്ഞ് എന്നെ ചെറുതാക്കി കളയരുത്. നന്ദി പറയാനോ? ഇയാളെ കണ്ടേച്ചിട്ട് വർത്താനം പറയണമെന്ന് ചിരിക്കായിരുന്നു. ഡോ, ഒരാളെ ഇങ്ങനെ ചതിക്കരുത്. താൻ കാരണം പ്രൈവറ്റ് ആശുപത്രിയിൽ എനിക്ക് എത്ര രൂപ ചെലവായെന്നറിയാവോ? 3213 രൂപയാ ചെലവായത്. താൻ തന്നോട് ഒരിക്കത് ആ താലൂക്ക് ആശുപത്രിയിലായിരുന്നേ തുണ്ടെടുക്കാനുള്ള 2 രൂപയുടെ കാര്യം ഉണ്ടായിരുന്നല്ലോ, അറിയോ? വാ മോളെ, സാറിന്റെ മൂഡ് ശരിയല്ല, നമുക്ക് ഓഫീസിൽ പോയി കാണാം. അത് ടെയിൽസാ. ഏയ് ഹെഡ്സ് ആണ്. പൈസ വെച്ച് കളിക്കുന്നു അഹങ്കാരികളെ. എവിടെ കിട്ടിയ പൈസ? മാമന്റെ മേശപ്പുറത്തിരുന്നതാ. ഓ, മാവന്റെ മേശപ്പുറത്ത് ഇങ്ങനെ പണം ഒഴുകല്ലേ? 2 അക്ഷരം പഠിക്കുന്ന നേരത്താണോ പൈസ ഇറക്കി കളിക്കുന്നത്? ഞങ്ങള് പഠിച്ചു തീർന്നമ്മേ. എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇതെന്താണ് ഇത്, ബംഗ്ലാദേശോ? എടി, പഠിച്ച് നല്ലൊരു ജോലി ഉണ്ടാക്കിയാൽ നിനക്കൊക്കെ കൊള്ളാം. ഈ പ്രായത്തിൽ ജോലി കിട്ടും അമ്മേ? എനിക്ക് പഠിത്തം അങ്ങ് നിർത്തായിരുന്നു. എങ്ങനെ പഠിക്കാതിരിക്കാന്ന് ആലോചിക്കണം അപ്പോഴേ. എടി, നിനക്കറിയാവോ, ഈ വർഷത്തെ മെഡിക്കൽ എൻട്രൻസിൽ ഓപ്പൺ മെറിറ്റിൽ സീറ്റ് കിട്ടിയത് വെറും 324 പേർക്കാ. എഞ്ചിനീയറിംഗ് എൻട്രൻസ് ലിസ്റ്റ് 1213 പേരിൽ കട്ട് ഓഫ് ആയി. ഒരു എൻട്രൻസ് എഴുതി മെഡിസിനോ എഞ്ചിനീയറിംഗിനോ എങ്ങനെ അഡ്മിഷൻ കിട്ടും നിനക്കൊക്കെ? പിന്നുള്ളത് IT യാ. ബാംഗ്ലൂർ അയച്ച് പഠിപ്പിക്കാവെന്ന് വെച്ചാ അതിനുള്ള പൈസ ഉണ്ടോ നമുക്ക്? ഇനി പണം ഒപ്പിച്ചാ തന്നെ ഒറ്റയ്ക്ക് എങ്ങനെ അയക്കും നിന്നെയൊക്കെ? എനിക്ക് പേടിയൊന്നുമില്ല അമ്മേ, ഞാൻ പൊക്കോളാം. ഓ, നീ പോവുമല്ലോ, അച്ഛന്റെ മോളല്ലേ നീ. പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷെ പെറ്റ് വളർത്തിയ എനിക്ക് പാടുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻട്രൻസ് ആയിരിക്കണം എപ്പോഴും മനസ്സിൽ. ഓപ്പൺ മെറിറ്റ് തന്നെ അഡ്മിഷൻ കിട്ടുകയും വേണം. അല്ലാതെ ഇല്ലാത്ത കാശൊപ്പിച്ചേ മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ വാങ്ങാനാ ഉദ്ദേശമെങ്കിലേ രണ്ടിനെയും പറപ്പിക്കും ഞാൻ, മനസ്സിലായോ? എല്ലാം അടുക്കി വെക്കും. എന്തോന്നാടി വാവച്ചി എൻട്രൻസ് എന്ന് പറഞ്ഞോ? ആർക്കറിയാം. ഹായ്, ഗുഡ് ഈവനിങ് മലയാളീസ് ഫ്രം നിങ്ങളുടെ സ്വന്തം ശിവ. ഹലോ. ഹലോ, ആരാ വിളിക്കുന്നത്? ഞാൻ കൊല്ലത്തുനിന്ന് ആനിയാണ്. പറയൂ, എന്തൊക്കെയുണ്ട് ആനി? ആനി എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാണ്. ഹസ്ബൻഡോ? ഹസ്ബൻഡ് ഗൾഫിലാ. എത്ര നാളായി വിവാഹം കഴിഞ്ഞിട്ട്? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 മാസേ ആയിട്ടുള്ളൂ. കൺഗ്രാറ്റുലേഷൻസ് ആനി. ഈ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണാറുണ്ടോ? ഓ, പിന്നെ ഒരുപാട് ഇഷ്ടാണ്. പിന്നെ
ചേട്ടന്റെ സ്റ്റൈലും ഡ്രസ്സിങ്ങും എല്ലാം ഇഷ്ടമാണ്. താങ്ക് യു. ബൈ ദ ബൈ, ആനിക്ക് ഏത് പാട്ടാണ് വേണ്ടത്? അത് നീലത്താമര. ആ പുതിയ നീലത്താമര അല്ലേ? അതിലെ ഏത് പാട്ടാണ് വേണ്ടത്? അതില് അനുരാഗവിലോചനായി. തീർച്ചയായും വെച്ച് തരാം. ആനി, ആർക്കെങ്കിലും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? പിന്നെ ഗൾഫിലുള്ള എന്റെ ഹസ്ബൻഡിനും പിന്നെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ശിവേട്ടനും. ഓ, എനിക്കും ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കണം. താങ്ക് യു ആനി. എന്റെ കർത്താവേ, എന്റെ തൊണ്ട പോയി. ഇനി പത്മാവതി വിളിക്ക്. ആലപ്പുഴന്ന് സുലു ആണെന്ന് പറഞ്ഞാ. സുലു ഇന്നലെ പറഞ്ഞല്ലേ? ആണല്ലേ? എന്നാ ശരി, ഗായത്രി എന്ന് പറഞ്ഞാ മതി. ഇന്നലെ അവൻ പറഞ്ഞതേ ഒരു പാട്ട് കഴിയുന്നതിന് മുന്നേ വിളിക്കണമെന്നാ. അതെ. വിളിക്ക്. സംസാരിക്ക്. കിട്ടിയോ? അമ്മേ, അയ്യോ, 100 വട്ടം പറഞ്ഞിട്ടുള്ളതാ ഈ ഫോണിൽ നിന്ന് അവനെ വിളിക്കരുതെന്ന്. എടി മോളെ, അവന്റെ പ്രോഗ്രാമിലേക്ക് ആരും വിളിക്കാത്തോണ്ടാ ഞങ്ങൾ വിളിക്കുന്നത്. ഫോൺ ചെന്നില്ലെങ്കിൽ അവന്റെ പ്രോഗ്രാം നിന്നു. നിക്കട്ടെ, എന്തിനാ അവൻ ഈ പ്രോഗ്രാം? ആകെ കിട്ടുന്നത് 300 രൂപയാ. ഒരു ദിവസം അവനിടുന്ന ഷർട്ടിന്റെ വില 500 രൂപ. കട ഉണ്ടാക്കി വെച്ചിട്ടുള്ള അല്ലാതെ 5 പൈസയുടെ പ്രയോജനം ഉണ്ടോ ഇവിടെ? വലിയ അവതാരാന്ന് പറഞ്ഞ് നടക്കുക ഒരവതാരം. കഴിഞ്ഞ മാസത്തെ ടെലിഫോൺ ബില്ല് എത്രയാണെന്നറിയാവോ? രൂപ 750 ഞാനാ കൊണ്ടുപോയി അടച്ച്. ഇനി ഈ പണി ഇവിടെ പറ്റത്തില്ല. എടി, ഞാൻ അയ്യപ്പനെങ്കിലും ഒന്ന് ഇപ്പൊ തരാവടി. ഇത്രയും നേരം അയ്യപ്പനെ കാണണ്ടായിരുന്നല്ലോ, മോനെ കണ്ടാ മതിയായിരുന്നല്ലോ. ഞാൻ ആ വാർത്ത ഒന്ന് കാണട്ടെ. അവൻ വലിയ നടനാവുമ്പോ നീ ഇതിനൊക്കെ പശ്ചാത്തപിക്കേണ്ടി വരും. അയ്യോ, ഈ ജന്മം പശ്ചാത്തപിക്കാനുള്ള യോഗം ഇല്ലെന്ന് എനിക്ക് ഉറപ്പായി. നിന്റെ അച്ഛന്റെ കലാവാസന മുഴുവൻ കിട്ടിയത് ഇവന് മാത്രം. അത് നിനക്ക് ഓർമ്മ വേണം. അച്ഛന്റെ കാര്യം ഇവിടെ മിണ്ടരുത്. വലിയൊരു നാടക നടനും അതേ കലാവാസന കിട്ടിയൊരു മോനും. കട്ട് മുടിക്കാനായിട്ട് കണ്ടുപിടിച്ചിട്ട് ഞാൻ വല്ലോ പറയും. ഓട്ടെ, ഇരുന്ന് കാണും അയ്യപ്പച്ചോട്ട കഥ. അമ്മ, ആ ഫോൺ അവിടെ വെച്ചേ? ഇല്ല, ഞാൻ വിളിക്കണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കുക. വെക്കരുത് കേട്ടോ. നീലത്താമര എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനമാണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, ആരാണ്? എവിടുന്നാണ് വിളിക്കുന്നത്? ഇവിടുന്നാ. ആരും വിളിച്ചിട്ടില്ല. നിന്റെ അമ്മമാരൊക്കെ ഫോൺ വെച്ചിട്ട് പോയിന്നാ തോന്നുന്നേ. എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. ഗ്രെയിൻസ് ഇട്ടോ. ഏത് പാട്ടാണ് ഇരിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയണ്ട. നീ എന്തെങ്കിലുമൊക്കെ വെച്ച് കാച്ച് ഒരു പാട്ടിട്ട് തരും, അങ്ങ് ഫീൽ ചെയ്യാം. ചങ്ങനാശ്ശേരിയിൽ നിന്നും ജോളിയാണ് ഇപ്പോൾ വിളിച്ചത്. ജോളിക്ക് വേണ്ടി മനോഹരമായ ഒരു ഗാനം നമുക്ക് കാണാം. ലെറ്റ്സ് വാച്ച്. 5 ഷർട്ട് 5 പാൻസ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ അടുത്ത ആഴ്ച വരാം. നില്ല്, ഈ ബില്ലും കൂടെ ഒന്ന് പേ ചെയ്ത്. എന്താ ബില്ലോ? എന്തിന്? ഗുഡ് ഈവനിങ് മലയാളീസിൽ എനിക്ക് ഇടാനുള്ളതാണ് പ്രത്യേകം പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങോട്ട് കയറിയത്. ഇതിന് ഞാൻ 5 പൈസ തരില്ല. അതുമല്ല, രാജകുമാരി വെഡിങ് സെന്ററിന് ഞങ്ങൾ കൊടുക്കുന്ന പരസ്യത്തിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരേ ഒരു പ്രതിഫലമാണ് ഈ 5 ഷർട്ടും 5 പാന്റും. ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ എന്റെ കടയുടെ പേരെഴുതി കാണിച്ചത്? അത് പിന്നെ ചേട്ടന്റെ കടയ്ക്ക് ഒരു വമ്പൻ പരസ്യമല്ലേ അത്. ആ പരസ്യവും ഈ ഡ്രസ്സും ഇട്ടുകൊണ്ടുള്ള എന്റെ സ്റ്റൈൽ നിൽപ്പ് കണ്ട് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇരച്ചു കയറുകയല്ലേ ഈ രാജകുമാരി വെഡിങ് സെന്ററിലേക്ക്. നോക്കാ ജനസാന്ദ്രത കണ്ടല്ലോ. ഇവിടുത്തെ ജനസാന്ദ്രത ഒറ്റ മനുഷ്യരില്ല. എന്ന് നിന്റെയൊക്കെ പരിപാടിയിൽ എന്റെ പരസ്യം വന്നു തുടങ്ങിയോ അന്ന് തീർന്നതാ ഈ കടയിലെ കച്ചവടം. മര്യാദയ്ക്ക് ക്യാഷ് തരണം, അല്ലെങ്കിൽ ഡ്രസ്സ് തിരിച്ചു തരണം. ആക്ച്വലി ചേട്ടാ, ഈ കോസ്റ്റ്യൂം കോട്ടസ് എന്ന് പറഞ്ഞാൽ കോർട്ടസിയെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ നമുക്ക് കോർട്ട് വെച്ച് കണ്ടുവരും. എക്സ്ക്യൂസ് മീ, എന്താ പേരെന്ന് പറഞ്ഞത്? ശശി പൊതുവാൾ. പേരിനൊപ്പം എത്ര പൊതുവാൾ ഉണ്ടായിട്ടും കാര്യമില്ല. ശശി എന്ന് ശശി തന്നെ. വരട്ടെ ശശി. പുറത്തിറങ്ങി വാടി. നീ അകത്തിരുന്ന അമ്മച്ചി ചമന്നിട്ട് നീ എന്നെ ചോദ്യം ചെയ്യുന്നോടി. എടി, എന്റെ സുഹൃത്തുക്കൾ എല്ലാരും എന്നോട് പറഞ്ഞു എവിടെയോ കിടന്ന ശത്രുവിനെയാണ് ഞാൻ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരുത്തി ചെലവിന് കൊടുക്കണമെന്ന്. എടി, ഞാൻ ചിലപ്പോ ബാറിൽ പോവും, ഇല്ലെങ്കിൽ ബിവറേജിൽ പോവും. കേട്ടാടി, ഇത് രണ്ടും നടന്നില്ലെങ്കിൽ ഷാപ്പിൽ പോയി മൂക്കുമുട്ടം കുടിക്കും. ഇതൊക്കെ ചോദിക്കാം. നീ ആരാടി? കുടലേ? അല്ല, കുലടെ. എന്തെങ്കിലും സംസാരിക്കണുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ ഈ മുറ്റത്തിറങ്ങി വന്ന് സംസാരിക്കണം. അപ്പൊ അറിയാം സുഗുണന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന്. ഇറങ്ങി വന്ന് അത്രയ്ക്ക് അഹങ്കാരോട് നിനക്ക് പാതിരാത്രി പെണ്ണുങ്ങൾക്ക് എന്താടി വീട്ടുമുറ്റത്ത് കാര്യം? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അകത്ത് കയറി വന്ന് സംസാരിച്ചോളണം. വെള്ളിയാഴ്ച ദിവസമായിട്ട് നീ എന്നെ വെല്ലുവിളിക്കുന്നോടി. എടി, തച്ചോളി ഉദയനന്റെ കുടുംബമാടി ഞാൻ. വേണ്ടി വന്ന ഞാൻ വാള് വെച്ച് കളയും, കോരി കളഞ്ഞ് നിന്റെ ഊപ്പാട് വരും. കാണോടി.
മര്യാദക്ക് ഇവിടെ കിടന്ന് പെർഫോം ചെയ്യാതെ എന്തെങ്കിലും കാണിക്കാണ്ടെങ്കിൽ വീടിന്റെ അകത്ത് വന്ന് പെർഫോം ചെയ്തോളാം. എന്റെ സ്വഭാവം അറിയാലോ. വീട്ടിനകത്ത് വന്ന് പെർഫോമൻസ് ചെയ്താൽ നീ എന്തോ ചെയ്യും? SMS അയക്കൂ? സുഗുണ ചോദിച്ച് കേട്ടില്ലേടി? SMS അയക്കൂന്ന്. അങ്ങനെയാണെങ്കിൽ SMS-ന്റെ ഫോർമാറ്റ് ഞാൻ പറഞ്ഞുതരാടി. സുഗുണൻ സ്പേസ് ഉണ്ടെങ്കിൽ ബിവറേജസ് കോർപ്പറേഷൻ. ഓക്കെ? എടാ സുഗുണ, അത് ശരി. എന്നെ എടാ സുഗുണന്നൊക്കെ വിളിക്കാറായോടി? എടാ ഇങ്ങോട്ട് നോക്കടാ. ഞാനാടാ. ഞാനേടാന്നോ? അതാരാ? ഞാനാടാ കഴുത. അയ്യോ നന്ദിനി സാധനം. അല്ല ചേച്ചി കാര്യം പറ. എടാ ഒന്ന് നിർത്തടാ. അയലത്തുകാരെടുത്ത് ഉറങ്ങിക്കോട്ടടാ. ചേച്ചി വന്ന് നിന്റെ നല്ല സമയം. അല്ലെങ്കിൽ നിന്റെ കുടൽമാല എടുത്ത് ഞാൻ കഴുത്തിലിട്ട് പെർഫോമൻസ് ചെയ്തേനെ. ചേച്ചി പറ, ഏത് റോഡിന്റെ ടാറിങ്ങാ ചേച്ചിക്ക് ഇഷ്ടപ്പെടാത്തത്? എടാ നീ ഇവിടുത്തെ ശിവയെ കണ്ടായിരുന്നോ? അയ്യോ ഇത്രയും നേരം എന്റെ പോക്കറ്റിലുണ്ടായിരുന്നു, ഇപ്പൊ എടുത്ത് കളഞ്ഞേ ഉള്ളൂ. അയ്യോ അതല്ലടാ, ഞാൻ വഴക്ക് പറഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോയത്. വീട്ടിൽ വരാൻ സാധാരണ അവൻ ഇത്രയും താമസിക്കാറില്ല. അവൻ നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നോ? പിന്നെ എന്നോട് പറഞ്ഞിട്ടു അവന്റെ ഷാപ്പ്മേറ്റ് ഒന്നും അല്ലല്ലോ. ചേച്ചി ഞാനൊരു കാര്യം പറയാം. ഇതേ വഴക്ക് ചേച്ചി കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ അവൻ എന്നെ നന്നായി പോയേനെ. ഞാൻ ഫിറ്റായെന്ന അവരുടെയൊക്കെ ഒരു ധാരണ. എടീ സുലോചനെ, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടി ഇങ്ങോട്ട്. നിനക്ക് എന്തിന്റെ കേടാ സുഗുണ? അവളെ വരട്ടാനുള്ള ചെറിയൊരു പെർഫോമൻസ് അല്ലേ ചെയ്ത്? ചേച്ചി പോക്കോ. നാട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കാതെ പോ, കടന്നുറങ്ങി പോ. നന്ദിനി ചേച്ചി പറഞ്ഞതുകൊണ്ട് എനിക്ക് മറുവാക്കില്ല. അതുകൊണ്ട് ഈ സുഗുണ അനുസരിക്കുകയാണ്. ചേച്ചി ഉറങ്ങിക്കോ. മോളെ സുലോചനെ, സുലു നല്ല വിശപ്പടി, കഞ്ഞോളം പടി. ഇന്ന് മുളക് മന്തി വേണ്ടല്ലോ. ഞാനാ ചേച്ചി. പേടിച്ചു പോലും ഒറ്റ എണ്ണം തന്നിട്ടുണ്ടല്ലോ. ഇപ്പം മതിയായല്ലോ ചേച്ചിക്ക്. ഇതാണ് ഞാൻ വീട്ടിൽ കയറാതെ പുറത്ത് നിന്ന് പെർഫോമൻസ് ചെയ്തത്. ചേച്ചി ഒറ്റ എന്നെ അകത്തേറ്റി വിട്ടത്. പുറത്തെടുത്തിയ പെർഫോമൻസിന് അകത്ത് കയറിയപ്പോ അവൾ എനിക്ക് ശരിക്കും SMS തന്നു. ഇടത്തി ദിവസവും വന്നിങ്ങനെ കുടിച്ച് ബഹളം ഉണ്ടാക്കി അയലത്തുകാർക്ക് കിടക്കപ്രതി വേണ്ടടാ. എനിക്കിപ്പോ ഒന്നിനും വയ്യ, നീ പോ. അങ്ങോട്ട് എന്നാ അവൾ എന്നെ അടിക്കും ചേച്ചി. ഇവിടെ നിന്നാ നിന്നെ ഞാൻ അടിക്കും. മര്യാദയ്ക്ക് പോ സുഗുണ. ശരി, അങ്ങനെ തോറ്റു കൊടുക്കാൻ ഈ സൂണനെ കിട്ടില്ല. അവളുടെ കയ്യിൽ നിന്ന് ബാക്കും കൂടെ വാങ്ങിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങൂ. എന്നോടാ കളി. ആരാടി അവിടെ? ശിവൻ വന്നില്ലോടി? ആരും ഇല്ലമ്മേ, സുഗുണനാ. നിങ്ങൾ പോയി കിടക്കാൻ നോക്ക്. നീ ഇപ്പൊ കഥ അടച്ചു ഇങ്ങോട്ട് കയറി വന്നേ. അമ്മയ്ക്കത്തില്ല. ചേച്ചി, ചേച്ചിക്ക് ഒരു ഉഗ്രം കോളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവനെ അറിയില്ലേ? മനോജ്, നമ്മുടെ മനോജ്. എടാ മനോജെ, ഒരു നമസ്കാരം പറഞ്ഞേ. നമസ്കാരം ചേച്ചി. നമസ്കാരമേ ശരിയല്ലോടാ. എന്താ കാര്യം പറയടാ. എന്റെ ചേച്ചി, ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും ചേച്ചി പെണ്ണ് കണ്ടു കൊടുക്കുന്നുണ്ട്. ഇവന് ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കൊടുക്കണം. നല്ല ബ്രോക്കർ ഫീസ് വരും ഇവൻ. എടാ പൊന്നനിയാ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാ അച്ഛനന്മാര് പെൺകൊച്ചുങ്ങളെ വളർത്തി വലുതാക്കുന്നത്. ഒറ്റയടിക്ക് ആ കൊച്ചുങ്ങളെ വേണ്ടെന്ന് വെക്കാൻ ആരെങ്കിലും തയ്യാറാവോ? അയ്യോ ചേച്ചി, ഇവൻ എടുക്കനാ. ഒന്നുമില്ലല്ലോ, കൂട്ടുകാരനല്ലേ ഇവൻ. അത് മാത്രമേ ഉള്ള എന്റെ ഒറ്റ പേടി. നിനക്കൊക്കെ പെണ്ണിനെ കെട്ടിച്ചേരുന്നതിനേക്കാളും നല്ലത് അറബിക്കടലിൽ കൊണ്ടുവന്ന് ഒഴുക്കി വിടുന്നതാ. ഒന്നുമില്ലെങ്കിൽ ഒഴുകി പോകുന്ന കാണാമല്ലോ. നിങ്ങൾ പോവാൻ നോക്കി, എനിക്ക് ഒരുപാട് പണിയുണ്ട്. അയ്യോ ചേച്ചി എന്നെ കൈവടിയരുത്. അത്യാവശ്യ കേസായതുകൊണ്ടാണ് ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് തന്നെ വന്നത്. എന്തോന്നറാ നീയാ ഇത്? അത്യാവശ്യമായിട്ട് തീർത്തെടുക്കേണ്ട കാര്യമാണോ കല്യാണം എന്ന് പറയുന്നത്? ആദ്യം നീ വല്ല ജോലി ചെയ്യാൻ നോക്ക്. ജോലി ഉണ്ട് ചേച്ചി. ഇതിലെ ഓടുന്ന സുമംഗലി ബസ്സിലെ അതിലെ കണ്ടക്ടറാ ഞാൻ. അപ്പൊ നീ ഇവന്റെ കൂട്ടുകാരനല്ലേ? ചേച്ചി ഉമ്മ എനിക്ക് ടൂതാതെ ഇത് പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറ. ഇവൻ നല്ല ബ്രോക്കർ ഫീസ് തരുമെന്നാ. അങ്ങോട്ട് മാറിക്കണം. അങ്ങോട്ട്. എടാ നിന്നോട് പറഞ്ഞതാ മാറിക്കാൻ. ഇങ്ങോട്ട് പോവാനെ. നീ ഒരു കാര്യം ചെയ്, ആ ഗ്രഹനിലുണ്ടോന്ന് എന്നെ ഏൽപ്പിക്ക്. അതൊക്കെ ഞാൻ കൊണ്ടുവന്ന് തന്നേക്കാം ചേച്ചി. പിന്നെ നിന്റെ ഡിമാൻഡ് ഒക്കെ പറയണം. പെണ്ണ് കറുത്തതായിരിക്കണോ വെളുത്തതായിരിക്കണോ? ഇരുനിറം മതി. മിനിമം ഡിമാൻഡേ ഉള്ളൂ ചേച്ചി. ചേരാത്ത നാള് വല്ലോ ഉണ്ടോ ചേച്ചി? രോഹിണി നല്ല ചേരുന്ന നക്ഷത്രമാണ്. മകയിലും കുഴപ്പമില്ലാത്ത നാളല്ലേ? മകേരത്തിൽ എന്തോ കണ്ടകശിനി ഉണ്ടെന്നാ ഇവൻ പറഞ്ഞു. പെണ്ണ് വടക്കൻ ജില്ലയിൽ വേണോ അതോ നമ്മുടെ ഇട്ടാവട്ടത്ത് മതിയോ? ചേച്ചി ആ മാടം നടന്ന് തന്നെ മതി ചേച്ചി പെണ്ണ്. മാടന്നതില അവിടെ നല്ല പിള്ളേരൊക്കെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ആ 4 മുക്ക് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴേ. 4 മുക്ക് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോ ചേച്ചി അങ്ങോട്ട് ചെല്ലുമ്പോ ഈ ഇടത് വശത്തെ 3ാമത്തെ വീടില്ലേ, ശങ്കരപ്പിള്ളയുടെ വീട്? അത് അയാളുടെ 2ാമത്തെ പെങ്കൊച്ചിന് പറ്റും. ശരി മോനെ, 2ാമത്തെ പെങ്കൊച്ച്. 2ാമത്തേതല്ല, മൂത്തതാ. മൂത്തത് ഏതോ ഒരു അലവലാതിയായിട്ട് അടുപ്പുണ്ടെന്ന്. നമുക്കത് വേണ്ട, വേറെ നോക്കാം. അയ്യോ ചേച്ചി അത് വേണ്ട, മൂത്തതിനെ മതി. മിനിയെ ഇവര് ചേരൂ. ഇടഞ്ഞൊക്കെ നിനക്കെന്നത്ര നിർബന്ധം. ചേച്ചി ആ മിനിയെ സ്നേഹിക്കുന്ന അലവലാതി ചെറുക്കനാണ് ഇവൻ. ചേച്ചി എങ്ങനെങ്കിലും പറഞ്ഞതൊന്ന് ശരിയാക്കി കൊടുക്കണം. ഇവന്റെ വീട്ടിൽ കയറ്റാത്തോണ്ടേ അതും കൂടി ചേച്ചി പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം. ചേച്ചി ആവുമ്പോ 2 വീട്ടുകാർക്ക് നല്ല വിശ്വാസമാവും ചേച്ചി. ചേച്ചി നല്ല ഫീസ് തരും ഇവൻ. എടാ എന്തോത്തിനാടാ ഫീസ്? പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടി പോകുമ്പോ അതിന് ജാമ്യത്തിന് ഞാൻ പോണല്ലടാ. ചേച്ചി നല്ല ഫീസ് തരുമോ?
എന്താ ഫീസാടാ? മാനമര്യാദക്ക് താമസിക്കുന്ന പെമ്പിള്ളാരെ തന്റെ തലയെടുത്ത് വിളിച്ചിറക്കണമെന്ന് കല്യാണം കഴിക്കുന്ന കാര്യം പറയുന്നേ. മര്യാദക്ക് കല്യാണം നടത്തി തന്നില്ലെങ്കിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കല്യാണം നടത്തും. നീ വിളിക്കുന്ന പോലീസിനെ ഞാൻ വിളിക്കാം. നമുക്ക് പോവാം. നീ എന്താണ് വിചാരിച്ച എന്റെ ചേച്ചിയെ കുറിച്ച്? നീ പറഞ്ഞോന്നെ ചേച്ചി അവളെ കല്യാണം കഴിപ്പിച്ചു തരുമെന്നോ? നിനക്ക് അറിയില്ല എന്റെ ചേച്ചിയെ കുറിച്ച്. ആഹാ, വൃത്തികെട്ടവനെ. അയ്യോ മക്കളെ, നീ പോടാ, നീ പോയേക്ക്. ചേച്ചി ഉള്ളതുകൊണ്ട് നന്നായി. ഇല്ല നിന്റെ കയ്യിൽ ഞാൻ വാങ്ങിച്ചു കൂട്ടിയനെ. ചേച്ചിക്കൊന്ന് നാണമില്ല ഇവനോട് സംസാരിക്കും. ഒന്നുമില്ല, ചേച്ചി ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയല്ലേ, വെറുതെ ചീപ്പ് ഏർപ്പാട്. ചേച്ചി മുട്ടയമ്മ റെഡിയല്ലേ? ഇതെങ്ങനെ വില? കിലോ 28 രൂപ. അയ്യോ അത് കൂടുതലാണ്. എന്റെ ചേച്ചി, എനിക്ക് ഇങ്ങനെ നടക്കാൻ വയ്യ. ഞാനൊരു ഓട്ടോ വിളിച്ച് അങ്ങ് വീട്ടിൽ വന്നോളാം. വേണമെങ്കിൽ ചേച്ചിയും കയറിക്കോ, പൈസ ഞാൻ കൊടുത്തോളാം. എന്നിട്ട് നമ്മൾ ഓട്ടോറിക്ഷയിൽ പോയിട്ട് മെഡിക്കൽ ഷോപ്പിന്റെ മുമ്പിൽ നിർത്തും. എന്നിട്ട് നീ നേരെ ബിവറേജിന്റെ ക്യൂ പോകും. അതല്ലേടാ അതിന്റെ മെഡിക്കൽ സ്റ്റോർ? നടക്കത്തില്ല മക്കളെ. ഇനി മുതൽ ചേച്ചി അനിയനും ഓഫീസ് വിട്ട് പതുക്കെ നടന്നങ്ങ് വീട്ടിൽ പോകും. പിന്നെ നീ കള്ളു കുടിക്കുന്നതെന്ന് എനിക്കത് കാണണമല്ലോ. എനിക്കറിയാമല്ലോ, ഞാൻ ചോദിക്കാം. ഇതിനു വേണ്ടി എന്തെങ്കിലും ദ്രോഹം ഞാൻ ചേച്ചിയോട് ചെയ്തിട്ടുണ്ടോ? മക്കള് വാടാ, നമുക്ക് പോയാൽ മറക്കറി വാങ്ങിക്കടാ. വാ. ചേച്ചി വേണ്ട, വേണ്ടാത്ത പണിക്ക് നിൽക്കരുത്. ബോധം കെട്ട് വീണാ എനിക്ക് വയ്യ, എടുത്ത് ആശുപത്രി കൊണ്ടുപോവാൻ. ചേച്ചി എന്തോ നീ ചെയ്ത്? സർക്കാർ ജീവനക്കാരൻ നാണം കെടുത്താൻ വേണ്ടിട്ട് എന്തോ നീ കാണിക്കുന്നത്? പുഴുണ്ടോ നോക്കണ്ടടാ. ഇപ്പൊ തന്നെ 1/2 കിലോക്ക് പുഴുണ്ടാ നോക്കി അകത്താക്കി. ഇനി കുറച്ച് പരിപ്പും സവാളയും കൂടെ എടുത്ത് തിന്നാ മതി. അകത്ത് കിടന്ന് സാമ്പാർ ആയിക്കോളും. വെണ്ടക്കൊക്കെ എന്തോ വില? 4 രൂപ. കിലോക്ക് 4 രൂപയോ? കിലോയ്ക്കല്ല, ഒരെണ്ണത്തിന്. എന്റെ ഈശ്വരാ, ഈ ഞെട്ടിക്കുന്ന സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ ഇയാൾക്ക് ചേച്ചിയെ കണ്ടോളൂ. അയ്യോ, നന്ദിനി സാറായിരുന്നു, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പൊ ഇവിടെ ഓരോരുത്തർക്കും ഓരോ വിലയല്ലേ? ഓരോരുത്തർക്കും ഓരോ വിലയല്ല. പക്ഷെ സാറിന് തരാൻ ഇവിടെ പച്ചക്കറി ഇല്ല. സാർ അന്ന് തലകറങ്ങി വീണതിന് ശേഷം ആ കട തുറക്കാൻ നാട്ടുകാർ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. എന്റെ കഞ്ഞുകൂടി പൊട്ടിക്കരുത്, ദയവ് ചെയ്ത് സാർ ഇവിടെ നിന്നും പോ. അതൊക്കെ പോട്ടെ. 50 ഗ്രാം ഇഞ്ചിയും ഒരു 2-3 പച്ചമുളകും എടുത്തു. 2-3 പച്ചമുളക്? അത് മതി ഒരു ഇഞ്ചിക്കറി വെക്കാനാ. അയ്യോ, അത് ഒരുപാടായി പോകുമല്ലോ. ഒരുപാടാണ്, പക്ഷെ ഇഞ്ചിക്കറിയല്ലേ, പാഴാവൂല, ഇരുന്നോളൂ. ജാഫറേ, ഒരു 50 രൂപയുടെ വെട്ടുമലക്കറി എടുത്തു വെച്ചോ. സാമ്പാറിന് സ്കൂൾ വണ്ടി വന്നില്ലേ? ഇല്ല, അപ്പോഴത്തേക്ക് എടുത്തു വെച്ചാൽ മതി. ശരി. ഇനിയും പുഴുണ്ടാ നോക്കിയാ തിന്ന പുഴുവിനെല്ലാം കാശ് വാങ്ങിക്കോ അയാള്. അതെ, അയാള് പറഞ്ഞിട്ട് പോയതാ ചേച്ചിക്ക് പറ്റിയ ഐറ്റം. വെട്ടുമലക്കറി വാങ്ങണം, സാമ്പാറിനാണെന്ന് പറഞ്ഞാ മതി. അതിൽ ഉരുളക്കിഴങ്ങ് കാണും, സവാള കാണും, തടിയങ്ക, പച്ചക്ക, വെണ്ടക്ക, പച്ചമുളക്, വെള്ളരിക്ക, കറിവേപ്പില, എന്തിന് മുരിങ്ങ കോല് വരെ കാണും. സാമ്പാർ നല്ല പറ്റുള്ളൂ, ശിവയ്ക്ക് തോര ഇല്ലാതെ പറ്റൂല. അവിടെയാണ് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കേണ്ടത്. സാമ്പാറിനാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചാലും നമ്മൾ സാമ്പാർ വയ്ക്കരുത്. നമുക്ക് ഈ ജാഫറിനെ പറ്റിക്കാം. കൊണ്ടുപോയി അവിയലോ തോരനോ എന്ത് വേണോ ഉണ്ടാക്കി കഴിക്കണം. ഈ മണ്ടൻ അറിയില്ലല്ലോ അത്. ഐഡിയ കൊള്ളാം. എനിക്ക് എടുത്ത് ഒരു 50 രൂപയ്ക്ക് വെട്ടുമലക്കറി. സാമ്പാർ ഉണ്ടാക്കാൻ തന്നെ, തോരൻ ഉണ്ടാക്കാനേ അല്ല. ഓ, നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയാൻ പോകുന്നത്? അവൻ എന്തെങ്കിലും ഒരു ഐറ്റം കുറച്ചല്ലേ തരുള്ളൂ. അയ്യോ, എല്ലാ ഐറ്റം വേണേ. അയ്യോടി, നിനക്ക് കൊടുത്തിട്ടാ സൂണ ഒരു 50 രൂപക്ക്? അയ്യോ, ഞാനൊരു ലോട്ടറി എടുത്തിട്ടുള്ളൂ. അത് അടിക്കുകയാണെങ്കിൽ സാമ്പാർ അവിയലൊക്കെ കൂട്ടുന്ന കാര്യം നമുക്ക് ആലോചിക്കാം. ഹലോ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വിളിക്കാം. അർച്ചനയല്ലേ? അതെ, ആരാ? എന്നെ മനസ്സിലായില്ലേ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാ? ഗുഡ് ഈവനിങ് മലയാളി ശിവ. ഞാൻ വിളിച്ചു പറഞ്ഞ. ഈക്കെന്താ ഭ്രാന്തുണ്ടോ? വെറുതെ വന്നു ഗുഡ് ഈവനിങ് പറയാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാ അർച്ചന ഇത്? എനിക്കറിയില്ല, വട്ടാണെന്നാ തോന്നുന്നേ. ഏയ്, ഐ ആം ഗുഡ് ഈവനിങ് മലയാളി ശിവ. കണ്ടിട്ടില്ലെന്നെ? ഞാൻ അർച്ചന തിരക്കി ഇറങ്ങിയതാ. അപ്പൊ ഈ കുട്ടി പറയുന്നു ഈ കുട്ടിയാണ് അർച്ചന. സത്യത്തിൽ ഈ കുട്ടിയായിരിക്കും ആ അർച്ചന എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷെ ഈ കുട്ടിയും അർച്ചനയാണ്, മറ്റേ കുട്ടിയും അർച്ചനയാണ്. പക്ഷെ ആ അർച്ചന എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു ഇവിടെ വരാൻ. ഞാനിവിടെ വന്നപ്പോൾ ഇതായിരിക്കുന്നു ഈ അർച്ചന. പക്ഷെ ഈ അർച്ചന പറയുന്നു ആ അർച്ചന ഈ അർച്ചന അല്ലെന്ന്. സത്യത്തിൽ ഏതാ ഈ അർച്ചന? ഒന്ന് പോടാപ്പാ, നീ വാടി. ഇവിടെ ഭ്രാന്തന്മാരുടെ ഏരിയ ആണെന്ന് തോന്നുന്നു. ഓഹോ, ഇവിടെ ഭ്രാന്തന്മാർക്കും വേറെ ഏരിയ ഉണ്ടോ? എല്ലാരും ഉണ്ടല്ലോ. എപ്പ എത്തി? ഈ കല്യാണം നടത്തി കൊടുത്ത ആളാ? അതെ. ഓ, ഇതാണോ ബ്രോക്കർ നന്ദിനി? ബ്രോക്കർ മാത്രമല്ല, മുനിസിപ്പാലിറ്റിയിൽ അത്യാവശ്യം നല്ലൊരു ജോലിയുണ്ട്. അതറിയാം, ഞാൻ തിരക്കിയിരിക്കായിരുന്നു. എന്റെ മോൾക്കൊരു നല്ല പയ്യനെ വേണം. അയ്യോ, അത് പിന്നെ ഞാൻ ഈ കല്യാണം നടത്തിയത് അങ്ങനൊരു. അയ്യേ, ഇത്തരം ചീപ്പ് ബന്ധം അല്ല ഉദ്ദേശിച്ചത്. 501 പവനും 50 ലക്ഷം രൂപയും ഞങ്ങൾ അങ്ങ് കൊടുക്കും. അതിന്റെ ഒരു പെർസെന്റേജ് തനിക്കും തരും. പക്ഷേ ചെറുക്കൻ സുന്ദരനായിരിക്കണം. ഓ, പയ്യന്റെ ജോലിയൊന്നും ഒരു പ്രശ്നമേ അല്ല. മോളുടെ കൂടെ നടന്നാൽ ആരും അയ്യേന്ന് പറയരുത്, അത്ര മാത്രം മതി. ആരും അയ്യെന്ന് പറയാത്തൊരു പയ്യനുണ്ട്. നല്ല സുന്ദരൻ ചെറുക്കനാ. സമ്മതിപ്പിച്ചെടുത്ത ഭാഗ്യം.
സത്യത്തിൽ ഞാൻ വേണ്ട, നേരിട്ട് തിരക്കുന്നതാ ബുദ്ധി. ഏതാ പയ്യൻ? പൃഥ്വിരാജ്, നമ്മുടെ സിനിമയിലെ. പക്ഷെ മല്ലിക സുമാറിനെ കൂടെ ഒന്ന് സമ്മതിക്കണം. സമ്മതിക്കുമോ എന്തോ. തുണി മരിച്ചീനിയിലയിൽ കാണപ്പെട്ടു. അയ്യോ, ഇതൊക്കെയാണോ ഒരു വാർത്ത? അയ്യോ, തുണി മരിച്ചില്ല, തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. ഞാൻ രാവിലെ വായിച്ചതല്ലേ, ഞാൻ കണ്ണാടി എടുത്ത് വായിച്ചൂടെ? വലിയ വായനക്കാരി. അമ്മേ, എന്റെ ഹോംവർക്ക് ബുക്ക് കണ്ടോ അമ്മേ? എന്റെ മക്കളെ ഹോംവർക്ക് ബുക്ക് ഇപ്പോഴാണോ തിരക്കത്തെ? അമ്മ എന്താ പരീക്ഷയ്ക്ക് പഠിക്കണോ? ഇതൊന്നും ഭദ്രകാളി തുള്ളാൻ തുടങ്ങി. ഈ കൊച്ചു IAS പഠിക്കൊന്നും അല്ലല്ലോ. നീ എന്തിനാ തുള്ളുന്നേ? എന്താ ഇത് ചന്തയോ? ആ ചേച്ചി, ഓഫീസിൽ പോകുന്നതിന് പൈസ എടുത്തോണ്ടേ പോവുള്ളൂ. അയ്യോ, എന്താണ് ഇത്ര ശുഷ്കാന്തി നിനക്ക്? ഓ, ശുഷ്കാന്തി ഒന്നും അല്ല. ഇല്ലെങ്കിൽ ആ ബസ്സുകാർ ഇറക്കി വിടും. ആ പേഴ്സുള്ള 100 രൂപ ഞാൻ എടുത്തു. അയ്യോടാ, എടാ, പത്രക്കാരന് കൊടുക്കാൻ വെച്ചിരുന്ന പൈസയാ. അത്രക്കായോ? കഴുതാ, നാളെ പോലെ പത്രമൊക്കെ നിർത്തിയേക്കാം. സിനിമ പരസ്യം എങ്ങനെയാ കാണുന്ന നോക്കട്ടെ. എന്തോന്നടാ ഇത്? രാവിലെ തന്നെ ബാറില്ല. ആവശ്യമുണ്ട് സുഗുണ, രണ്ടെണ്ണം അടിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. എടാ അനിയ, മദ്യത്തിന്റെ കുപ്പിയിൽ എഴുതി വച്ചിരിക്കുന്നത് നീ വായിച്ചിട്ടുണ്ടോ? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. ഓ പിന്നെ, വല്ലപ്പോഴും 2 എണ്ണം കഴിച്ചു എന്ന് വെച്ചാൽ ഒന്നും വരാൻ പോകുന്നില്ല. അത് പെണ്ണ് കെട്ടാത്ത നിനക്ക്. പെണ്ണ് കെട്ടിയ എനിക്ക് ഒരു പെഗ്ഗടിച്ചാലും ഒരു ഫുൾ അടിച്ചാലും സുലോചനയുടെ കിട്ടുന്ന അടി എനിക്ക് ഹാനികരം തന്നെയാണ്. സുഗുണ, എന്റെ ഒരു ആഗ്രഹം. എന്താ എനിക്ക് അടി കിട്ടുന്നതാ? അല്ല, പിന്നെ എന്റെ പറ്റി സുഗുണ 2 എണ്ണം കഴിച്ചേ പറ്റും. സത്യം പറ, നീ ഇത് എവിടെ നിന്ന് അടിച്ചു മാറ്റിയ പൈസ? ഇത് അടിച്ചു മാറ്റിയൊന്നും അല്ല, എന്റെ പുതിയ പടത്തിന് അഡ്വാൻസ് കിട്ടിയ പൈസയാ. പുതിയ പടം എന്ന് പറയുന്ന കേട്ടാത്തൊന്നും ഇതിനു മുമ്പ് 10-100 പടം ചെയ്തെന്നു. എടാ ശിവ, സത്യം പറ, ഇങ്ങനെ വെള്ളം അടിക്കാൻ വേണ്ടി മാത്രം നിനക്ക് എന്താ പ്രശ്നം? അതോ ഏതെങ്കിലും റോഡിന്റെ പണി നീ കോൺട്രാക്ട് എടുത്തോ? അല്ല, കോൺട്രാക്ടർമാരൊക്കെ ഇങ്ങനെയാണ്. അത് പിന്നെ എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ്. നീർക്കോലിക്കും സിൽക്കാരമോ? അതല്ല, പിന്നെ അവൾക്ക് വേറെ കല്യാണം ആലോചിക്കുക. വിവരമുള്ള തന്തേം തള്ളേ. എനിക്ക് അവളെ വിട്ടുകളയാൻ വയ്യ സുഗുണ. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. അത് ശരി, പെൺവിഷയത്തിൽ ഞാൻ നിന്നെ ഉപദേശിക്കണോ അല്ലേ? നാണമില്ലടാ എന്നോട് ഈ സമയത്ത് ഇതൊക്കെ വിളിച്ച് പറയാൻ? അങ്ങോട്ടല്ല, ബാറിനകത്തോട്ട് 2 എണ്ണം അടിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. നിന്നെ ഇന്ന് ഉപദേശിച്ച് കൊല്ലും. അകത്ത് പറഞ്ഞല്ല, ഞാൻ കേട്ടു സാറേ. സാറിന്റെ ചേച്ചി സാറിനോട് സാറ് പറയണം, ഇവിടെ ആരും കൊണ്ടയായിട്ട് ജനിക്കുന്നില്ല. സമൂഹമാണ് അവനെ കൊണ്ടയാക്കുന്നത്. എന്താ പൽപനത്? ചില തെണ്ടി പിള്ളേരെ പോലെ നിന്ന് കരയുന്നത്. കണ്ണുടച്ചി. ആരാ ശിവ ഇത്? അറിയില്ലേ? പേര് കേട്ട ഗുണ്ടയാ, ഫൽഗുണൻ ഗുണ്ട. അങ്ങനെ സത്യം പറയാലോ, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഗുണ്ടയെ ജീവനോടെ നേരിട്ട് കാണുന്നത്. ആരാ സാറേ ഇത്? ഇത് നമ്മുടെ സുഗുണന്റെ ഭാര്യ സുലോചന. നീയാണല്ലേ എന്റെ സുഗുണനെ മൂക്കുകൊണ്ട് ഇച്ഛാവരിപ്പിക്കുന്നവന്റെ വൃത്തികെട്ട ഭാര്യ. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കാനടി ഞാൻ. ഇനി എന്റെ സുഗുണനെ ദേഹോദ്രം ഏൽപ്പിച്ച കയ്യും കാലും വെട്ടി പാട്ടിക്കിട്ട് കൊടുക്കണേ ഞാൻ. സാറ് പേടിച്ചു പോയോ? ഇതൊക്കെ എന്റെ വെറും ആക്ടിങ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എന്റെ ആക്ടിങ്? സമ്മതിച്ചിരിക്കും. ഗുണ്ടയാണെങ്കിലും നല്ല ഉഗ്രൻ ആക്ടിങ്. ഇതാണ് സാർ ഗുണ്ട ആക്ട്. ഇന്നെന്റെ ആഘോഷമാണ്. ഇതെന്താ ഇത്ര എണ്ണം എടുത്തത്? എനിക്ക് ഷുഗർ ഉണ്ട്. അത് ശരി, എന്റെ ആഘോഷം ചേട്ടൻ ആചാരമായി മാറാതിരുന്നാ മതി. എടുക്കേച്ചി, ലോങ് 5 yearsന്റെ കാത്തിരിപ്പിന് ശേഷം ഞാനൊരു അച്ഛനാകാൻ പോവുകയാണ്. എടുക്ക. വെൽക്കം. ഇങ്ങനെയൊക്കെ നടന്നാ മതി, ഒരു കുഞ്ഞിക്കാല് കാണണ്ടേ? പിന്നെ കല്യാണം ആലോചിച്ചോണ്ടിരിക്കുക. കല്യാണം ആലോചിക്കുന്നുള്ളൂ. പരമ കഷ്ടം. കഴിഞ്ഞ ജന്മത്തിൽ നമ്മുടെ ശത്രുവാണ് ഈ ജന്മം നമ്മുടെ മക്കളായിട്ട് ജനിക്കുന്നു എന്ന് പറയപ്പെടുന്നത്. അടുത്ത ജന്മത്തിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരിക്കും എന്റെ ഇളയ മകൾ. താങ്ക് യു. പേര് ടിൻഡുമോൾ. ഞാനിവിടെ ഉണ്ട്. എന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ് സർ. താങ്ക് യു. എന്തിന്? സോറി, ലഡു എടുക്കണം. തെറ്റിപ്പോയി. ഈ കളവിയോട് എന്തിനാ താങ്ക് യു പറയുന്നത്? ചേച്ചി, എന്താടാ ലഡു ഒക്കെ? സുഗുണൻ അച്ഛനാവാൻ പോകുന്നു. അയ്യോടാ, രാവിലെ വീട്ടിൽ വന്നപ്പോ നീ പറഞ്ഞില്ലല്ലോടാ. ഇപ്പോഴല്ലേ ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടിയത്. കിട്ടിയ ഉടനെ ഞാൻ നേരെ വീട്ടിൽ പോയി സുലോചന എടുത്ത് കാര്യം പറഞ്ഞ് ലഡുവും വാങ്ങി ഇങ്ങ് പോന്നു. നന്നായി, എന്തായാലും നന്നായി. എനിക്ക് സന്തോഷമായി. ഇതെന്താ ചേച്ചി പതിവില്ലാതെ? എങ്ങോട്ടാ ഇത്? തുള്ളിച്ചാടി വരുവാണോ? അങ്ങോട്ട് വരുമല്ലായിരുന്നോ ഞാൻ? ഒരുപാട് സൂക്ഷിക്കേണ്ട സമയമല്ലേ ഇത്? എന്തായാലും ചേച്ചിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. വന്നേ പറയട്ടെ. അല്ല,
നിനക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് പലഹാരങ്ങളാ. സ്വന്തം ബന്ധം എന്നൊക്കെ പറയാൻ നിങ്ങളൊക്കെയല്ലേ ഉള്ളൂ. എന്തിനാ ചേച്ചി ഇതൊക്കെ മേടിച്ച് വെറുതെ കാശ് കളയുന്നേ? ചേച്ചി ഇത് കൊണ്ടുവന്ന് പിള്ളേർക്ക് എടി കഴുത, നിനക്കായിട്ട് വാങ്ങിയ സാധനം നീ എന്തിനാടി കൊച്ചുങ്ങൾ കൊടുക്കുന്നത്? ചേച്ചി പിള്ളേർക്ക് വേറെ വാങ്ങിച്ചു കൊടുക്കും അല്ലേ ചേച്ചി? ചേച്ചി ഒന്ന് വന്നേ. ഇവിടെ കൈവിടുക സുഗുണ. എനിക്ക് സുരോന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടായിരുന്നു. കുറച്ച് നാൾ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ആഹാരമൊക്കെ ഞാൻ അവിടെ വെച്ച് ഇങ്ങോട്ട് കൊടുത്തേക്ക്. അല്ലെ വേണ്ട, ഈ വീട് അങ്ങ് പൂട്ടിയേക്ക്. നീ കൂടെ അവിടെ വന്ന് നിന്നാ മതി. അവിടെ ആവുമ്പോ അമ്മമാരുടെ ഒരു നോട്ടം ഉണ്ടാവുമല്ലോ. അല്ലെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടി അമ്മമാരുടെ നോട്ടം ഉണ്ടാവുന്നാണ് ചേച്ചി പറഞ്ഞത്. അങ്ങനെയല്ലേ? അല്ല അതിനെന്തിനാ ഈ വീട് പൂട്ടിയിടുന്നേ? എടി വീട് പൂട്ടിയിട്ടാലല്ലേ അമ്മയ്ക്ക് നിന്നെ നോക്കാൻ പറ്റൂ. അമ്മയെ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ വീടിനെ നോക്കാൻ പറ്റുമോ? ചേച്ചി വന്നേ. വെപ്രാളം പിടിക്കാതടാ. ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയുമ്പോഴാ എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റ് കൊണ്ടത് കാണിക്കണം. ലേറ്റ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബി കോംപ്ലക്സും ഫോളിക് ആസിഡും ഇപ്പോഴേ വേണോന്ന് ചോദിക്കണം. കടുത്ത ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. മാസം ഒരു പെൻസിൽ വെച്ച് ഉപയോഗിച്ചാൽ ഒരു കുട്ടിക്ക് ഒരു വർഷത്തേക്ക് എത്ര പെൻസിൽ വേണ്ടി വരും? ഏകദേശം 100 പെൻസിലെങ്കിലും എനിക്ക് വേണ്ടി വരും. നിനക്കൊന്നും 100 പോരാ 200 പോരാ. ഓരോ അക്ഷരം എന്താ നിങ്ങളുടെയൊക്കെ കട്ടെടുത്ത് ഒളിച്ചു വെക്കാൻ പോവാ. പിന്നെ എങ്ങനെ മുന വെട്ടുന്നൊന്നും അറിയാവല്ലോ. ഈ അമ്മ പഠിപ്പിക്കാൻ വന്നാലേ ഇതാ കുഴപ്പം. ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അടിക്കും. നിന്റെയൊക്കെ സ്വഭാവത്തിൽ എങ്ങനെ അടിക്കാതിരിക്കും? ഡി കഷ്ടപ്പെട്ട് പഠിക്കണം, എന്നാലേ അതിനൊരു വില ഉണ്ടാവത്തുള്ളൂ. തെരുവ് വിളക്കിന്റെ ചോട്ടിലിരുന്ന് പഠിച്ച ആളാ അബ്രഹാം ലിങ്കൻ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത ആളായിരുന്നു തോമസ് ആൽവ എഡിസൺ. അറിയാവോ നിനക്കൊക്കെ? ഇവരൊക്കെ ആരാ അമ്മേ? ഇവരെ ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ലേ? എന്തിനാ പിള്ളേരെ നിങ്ങൾ പള്ളിക്കൂടത്തിൽ പോന്നേ? വെറുതെ ഒരുങ്ങി കെട്ടി അങ്ങ് ഇറങ്ങിയേക്കുക. എങ്കിൽ പിന്നെ ഊയിപ്പിറ്റന്റെ അമ്മയ്ക്ക് അറിയാമോ? ഷാരോൺ ഗ്രിഗറി അറിയാവോ? ആന മോൺചാനെ അറിയാവോ? ആനമുട്ടയോ? അതെന്തുവാ? ഫാഷൻ ടിവിയിലെ മോഡലുകളാ. ഫാഷൻ ടിവി? ഫാഷൻ ടിവി നിങ്ങൾ എപ്പോഴാ ഫാഷൻ ടിവി കാണുന്നത്? ഫാഷൻ ടിവി അത് ശരി. ഞാനിത് ഇപ്പോഴല്ല അറിയുന്ന. ഫാഷൻ ടിവി എപ്പോഴാ ഇടുന്നവര്? നന്നായിട്ട് വലിച്ചു കെട്ട്. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകരുത്. ആ രീതിയിൽ വേണം കെട്ടാൻ. ആ മരത്തിലോട്ട് വലിച്ചു കെട്ട്. എടാ അത് 11 കവിയടാ, അതിലോട്ട് വലിച്ചു കെട്ടരുത്. മനസ്സിൽ ലെഡ് പൊട്ടുന്ന മാതിരി പൊട്ടുമെടാ. 3 ദിവസമേ ഉള്ളൂ കല്യാണത്തിന്. സുഗുണ, നിന്റെ കപ്പലോട്ട് ചേച്ചി ഏത് കടയിലെ സാധനം വാങ്ങാൻ പോയെന്നറിയോ? പോട്ട് ഒരുപാട് നേരമായി. നല്ലൊരു ദിവസമായിട്ട് ആരെങ്കിലും ചേച്ചി ഒറ്റയ്ക്ക് കടയിലോട്ട് വിടുവോ? സാധനങ്ങളുടെ വില കെട്ട് ബോധം കെട്ട് വീണ് കാണും. ഏതെങ്കിലും ആശുപത്രിയിൽ നോക്കിയാൽ മതി ഇനി.